ഇന്നും ഞാൻ മഹേന്ദ്രയുടെ യാർഡിലാണുള്ളത്. എന്താന്ന് വെച്ചാൽ എപ്പോഴും എല്ലാവരും വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ യാർഡിൽ വന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കൊരു ബേസ് വേരിയൻ്റ് തൊട്ട് ടോപ്പ് എൻഡ് വേരിയൻ്റ് വരെ ഇവിടെ ആയിട്ടാണ് നമുക്ക് യാർഡിലേ ഉണ്ടാവുള്ളൂ. ഇത്രയും വണ്ടികൾ നമ്മൾ ഷോറൂമിലാണെങ്കിൽ നമുക്ക് ഒരു വണ്ടിയായിട്ട് എടുക്കാനേ പറ്റുള്ളൂ. നമുക്ക് ബേസും നമുക്കൊരു ടോപ്പ് എൻഡ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് യാർഡിലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ യാർഡിലിട്ട് വീഡിയോസ് ചെയ്യണത്. ഡ്രൈവ് ഞാൻ നേരത്തെ ഈ 3XO ഡ്രൈവിൻ്റെ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട്. ജൂണിൽ ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്കൊരു ബേസ് വേരിയൻറ്റും ടോപ്പ് എൻഡിൻ്റെ പ്രൈസും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ലേറ്റസ്റ്റ് കാർസിലേക്ക് സ്വാഗതം. ഒരു രക്ഷയില്ലാത്ത വെയിലും കാര്യങ്ങളാണ്. ഞാൻ എന്നാലും ഓടിച്ചിട്ട് കാര്യങ്ങൾ പറയാം. 3XOയിൽ വരുന്നത് 3 എഞ്ചിനുകളാണ് വരുന്നത്. ഒരെണ്ണം 1.2 ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അത് TC MPFI എഞ്ചിനാണ്. ഒരെണ്ണം വരുന്നത് 1.2 TGDI പെട്രോൾ എഞ്ചിൻ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ 1.5 ഡീസൽ CRD എഞ്ചിനാണ് വരുന്നത്. ഈ കാണുന്ന വാക്ക് വരുന്നത് ഡീസൽ എഞ്ചിനാണ്. 1.5 CRD എഞ്ചിനാണ് വരുന്നത്. ഇത് 3XO MX3 എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് ആണ്. ഇതൊരു ബേസ് വേരിയൻ്റ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ എന്തൊക്കെയുള്ള മാറ്റങ്ങളാണെന്നുള്ളത് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റിലേക്ക് പോകാം. നമുക്കൊരു ഹെഡ് ലൈറ്റ് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇവിടെയും നമുക്ക് തൊട്ട് ഇവിടെയും ഒരു DR ലൈറ്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫോഗ് ലാമ്പ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരില്ല. ഒരു ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഫോഗ് ലാമ്പ് വരാത്തത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പിയാനോ ഫിനിഷിങ്ങിലുള്ളൊരു ഗ്രില്ലും കാര്യങ്ങളാണ്. സിൽവർ എലമെൻസും കാര്യങ്ങളും കാണാം. നമുക്ക് ട്വിൻ പീക്കിൻ്റെ ഒരു ലോഗോ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഫോഗ് ലാമ്പും കാര്യങ്ങളും വരില്ല എന്നുള്ളൊരു കാര്യമാണ്. ഈ MX3 വരുന്നത് ബേസ് വേരിയന്റിൽ. ടയറിൽ വരുമ്പോൾ നമുക്കൊരു വീൽ കപ്പാണ് വരുന്നത്. ഒരു 16 ഇഞ്ചിന്റെ വീൽ കപ്പാണ് ഇതിൽ വരുന്നത്. ഇത് ഈ 3XO MX3 വരുന്നത്. ഈ ഒരു മിറർ സൈഡിൽ ടേണിംഗ് ഇൻഡിക്കേറ്റർ മിററിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ബാക്കിലേക്ക് വരുമ്പോൾ 3XO MX3 ബേസിൽ വരാത്തൊരു കാര്യമാണ് ഡീഫോഗർ വരില്ല, സ്പോയിലർ വരില്ല, വൈപ്പർ വരില്ല. ഇതൊക്കെയാണ് ബേസിൽ വരാത്തത്. പിന്നെ മെയിനായിട്ട് എടുത്തു പറയേണ്ട നമ്മുടെ കണക്ടിവിറ്റി ലൈറ്റും നമുക്ക് ഇതിൽ കൊടുത്തിട്ടില്ല. ഇതെല്ലാം നമുക്കൊരു ഹാലജൻ ആയിട്ടുള്ളൊരു ലൈറ്റും കാര്യങ്ങളാണ്. ടെയിൽ ലാമ്പാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ XUV എന്ന് പറയുന്ന 3XO എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങും ട്വിൻ പീക്കിൻ്റെ ഒരു ബാഡ്ജും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ വരുമ്പോൾ സെൻസർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ബാക്കിൽ നല്ലൊരു സിൽവർ ടൈപ്പുള്ളൊരു സ്കേർട്ടിങ്ങും കാര്യങ്ങളും നല്ല അത്യാവശ്യം ഭംഗിയുള്ള രീതിയിൽ ഈ ഒരു ബേസ് വേരിയൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിലൊക്കെ എന്തൊക്കെയാണ് ചേഞ്ചസ് കാര്യങ്ങൾ നോക്കാം. MX3 എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റിൽ ഈ ഡീസൽ വേരിയൻറ്റിൽ അത്യാവശ്യം നമുക്കൊരു പ്രീമിയം ടച്ചുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പിയാനോ ഫിനിഷിങ്ങിലൊരു ഡയമണ്ട് എലമെൻറ്റ് ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻറ്റീരിയറിൽ വൈറ്റ് ഭാഗമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ഒരു ഗ്ലോ ബോക്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ സീറ്റിലേക്ക് വരുമ്പോഴും ബ്ലാക്ക് ഒരു ഫിനിഷിംഗ് ഉള്ള സീറ്റും കാര്യങ്ങളാണ്. കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൽ വൈറ്റ് ആണെങ്കിലും നമുക്കൊരിവിടെ ഈ ഒരു സീറ്റും ഇവിടെയൊക്കെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബേസ് വേരിയൻറ്റ് തുടങ്ങി നമുക്കൊരു സൺറൂഫ് വരുന്നുണ്ട്. MX2 പ്രോയിൽ തുടങ്ങി നമുക്ക് സൺറൂഫും കാര്യങ്ങളും ബേസ് വേരിയൻറ്റിൽ തൊട്ട് വരുന്നുണ്ട്. ഈ MX3 എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് 10.25 ഇഞ്ചിൻ്റെ ഇൻഫോടൈം സിസ്റ്റം വരുന്നത്. ഇതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും എല്ലാ കാര്യങ്ങളും കണക്ടിവിറ്റീസും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ട AC ക്ലൈമറ്റ് കൺട്രോൾ നമുക്ക് ഈ ഒരു MX3 വരുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 6 സ്പീഡ് മാനുവൽ ഗിയർ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഈ ഒരു ഭാഗത്ത് നല്ലൊരു അത്യാവശ്യം നല്ല പ്രീമിയം ടച്ചുള്ള ഒരു പിയാനോ ഫിനിഷിംഗ് ഉള്ള ഒരു ഭാഗം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു തൊട്ടിവിടെ ആംറസ്റ്റിൻ്റെ തൊട്ട് ഉള്ളിലായിട്ട് നമുക്ക് ചെറിയൊരു സ്പേസും കാര്യങ്ങളും ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. സീറ്റിംഗ് ആണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല കംഫർട്ടുള്ളൊരു സീറ്റും കാര്യങ്ങളാണ് ഈ ഒരു MX3 കൊടുത്തിട്ടുള്ളത്. നമുക്ക് ടോപ്പ് എൻഡിൽ പോകുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുള്ളൊരു ഫുൾ വൈറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ്, ലെതർ സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ഡോർ സൈഡിലേക്ക് പോകുമ്പോഴും അവിടെയും നല്ല അത്യാവശ്യം ഒരു പ്രീമിയം അവിടെയും ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പവർ വിൻഡോയുടെ സ്വിച്ചും കാര്യങ്ങളും പിന്നെ ഒരു സ്പീക്കർ ട്വിറ്ററും അതിൽ വരുന്നുണ്ട്. 3 സ്പോക്കിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ വരുന്നത്. വോളിയം കൺട്രോൾ, ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ പുതിയ ട്വിൻ പീക്കിൻ്റെ നമുക്കൊരു മഹേന്ദ്രയുടെ ലോഗോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മീറ്റർ കൺസോളിലേക്ക് പോകുമ്പോഴും അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു സ്പോർട്ടി ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. സീറ്റിംഗ് കംഫർട്ട് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ റിയർ AC വെന്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മൊബൈൽ ചാർജിങ് 2 വോൾട്ടിൻ്റെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്പേസ് വന്നിട്ടുണ്ട്, മൊബൈൽ വെക്കാവുന്നുള്ളൊരു സ്പേസും കാര്യങ്ങളും. ഈ ഒരു ഭാഗത്ത് ആംറസ്റ്റ് കാര്യങ്ങൾ വരുന്നില്ല ഈ ഒരു ബേസ് വേരിയൻറ്റിൽ. അത്യാവശ്യം നമുക്ക് 2 ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ബൂട്ട് സ്പേസ് ആണെങ്കിൽ 365 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്കിത് 60-40 ആയിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. തൊട്ട് താഴെയായിട്ട് ഇതിൻ്റെ സ്പെയർ വീലും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് 3XO MX3 വരുന്ന ബേസ് വേരിയൻറ്റിൽ വരുന്ന കാര്യങ്ങൾ. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിലുണ്ട്. നമുക്കൊരു ബേസ് വേരിയൻറ്റിൽ എന്താണ് വേണ്ടതെന്നുള്ള കണക്ടിവിറ്റീസ് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിലുണ്ട്. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ഇനി നമുക്ക് അടുത്തത് നമുക്കിതിൻ്റെ AX7L എന്ന് പറഞ്ഞ ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ ഇതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് AX7L എന്ന് പറയുന്ന ടോപ്പ് ആൻഡ് വേരിയൻറ്റ്. 3XOയുടെ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ് ഈ കാണുന്നത്. പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. DRL ലൈറ്റ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രില്ലും കാര്യങ്ങളും പിയാനോ ഫിനിഷിങ്ങുള്ള ഗ്രില്ല് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 360 ക്യാമറ, അതാണ് എടുത്തു പറയേണ്ടത്, അത് ഇതിൽ വരുന്നുണ്ട്. മെയിനായിട്ട് എടുത്തു പറയേണ്ട സെൻസർ കാര്യങ്ങൾ 360 ക്യാമറയാണ് മെയിനായിട്ട് എടുത്തു പറയേണ്ടത്. പിന്നെ നമുക്ക് സൈഡിലേക്ക് പോകുമ്പോൾ AX7L വരുന്നതാണ് നമുക്കൊരു 17 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷും ഒരു സിൽവർ ഫിനിഷിങ്ങും ഉള്ളൊരു അലോയ്സ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കുള്ളൊരു അലോയ്സ് ആണ് വരുന്നത്. മിററിൽ വരുമ്പോൾ 360 ക്യാമറ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു ടേണിംഗ് ഇൻഡിക്കേറ്ററും ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. MX3 നമുക്ക് റൂഫ് റെയിലും കാര്യങ്ങളും വരുന്നില്ല. പക്ഷേ AX7L ഈ ഒരു റൂഫ് റെയിൽ കാര്യങ്ങൾ വരുന്നത്. ബാക്ക് സൈഡിലേക്ക് പോവാം. ടെയിൽ ഗേറ്റ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും, നേരത്തെ നോക്കിയാൽ നമുക്ക് ടെയിൽ ലൈറ്റിൽ കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. ഇതിൽ ഫുൾ കണക്ടിവിറ്റി ലൈറ്റും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അതുപോലെ തന്നെ AX7L എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വേരിയൻറ്റിൽ നമുക്ക് ബാഡ്ജും കാര്യങ്ങളും കൊടുക്കുന്നത്. ടോപ്പ് എൻഡിൽ മാത്രമാണ് ഈ ഒരു ബാഡ്ജ് വരുന്നത്. തൊട്ട് താഴെ നമുക്കൊരു 360 ക്യാമറയും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാമറയും കാര്യങ്ങളാണ്. ഞാനത് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇവിടെ സെൻസറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫോഗർ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു വൈപ്പർ വരുന്നുണ്ട്, ഒരു സ്പോയിലർ, പിന്നെ സ്റ്റോപ്പ് ലൈറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ അതിൽ സ്പോയിലർ വരുന്നില്ല, ഡിഫോഗർ, വൈപ്പർ വരുന്നില്ല. ഇതൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത്. അപ്പോൾ ടോപ്പ് എൻഡിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ലാസ്റ്റ് ഞാൻ പ്രൈസും കാര്യങ്ങളും രണ്ട് വേരിയന്റിനെ കുറിച്ച് പറഞ്ഞു തരാം. AX7L ഇന്റീരിയർ എന്ന് പറയുന്നത് ഒരു ലെതർ ഫിനിഷിങ്ങിലുള്ള ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളാണ് വരുന്നത്. ഒരു വൈറ്റ് സ്റ്റിച്ചിങ് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ നേരത്തെ കണ്ട പോലെ ഒരു പിയാനോ ഫിനിഷിങ് ഡയമണ്ട് കട്ടിലുള്ള ഒരു എലമെന്റ്സ് ഇതിൽ വരുന്നുണ്ട്. വൈറ്റ് ഡാഷ് ആണ് ഇതിലും കൊടുത്തത്. ഇവിടെ ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളും വരുന്നുണ്ട്. 10.25 ഇൻഫോടൈം സിസ്റ്റം ആണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ 360 ക്യാമറ, അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഉള്ളൊരു ക്യാമറയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. AX7L വരുന്നത് ടോപ്പ് ആൻഡ് വേരിയന്റിലാണ്. ഈ 10.25 ഇഞ്ചിൽ ഇൻഫോടൈം സിസ്റ്റത്തിൽ വരുന്ന നമുക്കൊരു ഹർമൻ കാറിൻ്റെ മ്യൂസിക് സിസ്റ്റം ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോയും എല്ലാ കണക്ടിവിറ്റീസും കാര്യങ്ങളും ഈ വാഹനത്തിലും കൊടുത്തിട്ടുണ്ട് ടോപ്പ് ആൻഡ് വേരിയന്റിൽ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു വലിയൊരു സൺറൂഫാണ് വരുന്നത്. വലിയൊരു സൺറൂഫാണ് നമുക്ക് ടോപ്പ് എൻഡിൽ വരുന്നത്. പാനോറമിക് സൺറൂഫാണ് വരുന്നത്. ഇതിലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളും വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ 65 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. നമുക്ക് ഒരു ലാപ്ടോപ്പോ ചാർജിങ് പോയിന്റ് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ട് നല്ല എന്താ പറയുക, ഒരു ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് 65 വോൾട്ടിൻ്റെ ഒരു കണക്ടിവിറ്റി ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതും നമുക്കൊരു 6 സ്പീഡ് മാനുവൽ ഡീസൽ എഞ്ചിനാണ് നമുക്ക് ഇതും വരുന്നത്. ഞാനിപ്പോൾ 2 ഡീസൽ എഞ്ചിൻ്റെ വേരിയൻ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ടോപ്പ് എൻഡും ബേസും എന്ന് പറയുന്നത്. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു പ്രീമിയം ആയിട്ട് ഇവിടെയും സ്ത്രീയിലുണ്ടായിരുന്നത് പോലെ തന്നെ ഇവിടെ പാർക്കിംഗ് ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടൺ ആണുള്ളത്. മറ്റേതാണെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ആണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ഇവിടെ നമുക്ക് സ്വിച്ചസ് ആണ് ഇതിൽ വരുന്നത്. ഇവിടെയും നമുക്കൊരു സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കീകൾക്കുള്ളത്. ഇവിടെയും ആംറെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയും ഒരു സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഈ AX7L വരുമ്പോൾ ടോപ്പ് ആൻഡ് വേരിയന്റ് ആയതുകൊണ്ട് ഫുൾ വൈറ്റ് കാര്യങ്ങളാണ്. അഴുക്കാവുന്നുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ സീറ്റ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്കൊരു വെന്റിലേറ്റർ സീറ്റാണെന്ന് തോന്നും. പക്ഷേ അല്ല, നമുക്കൊരു നോർമൽ സീറ്റും കാര്യങ്ങളാണ്. നല്ല ഇരിക്കാവുന്നുള്ള ഒരു കംഫർട്ടും കാര്യവും നല്ല കുഷ്യനും കാര്യങ്ങളാണ് ഈ ഒരു സീറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ മെയിനായിട്ട് നമ്മുടെ ഡോർ ഹാൻഡിലേക്ക് പോകുമ്പോഴും ആ ഒരു ഭാഗത്ത് പിയാനോ ഫിനിഷിങ്ങിലുള്ളൊരു ഡോർ ഹാൻഡിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീലിലേക്ക് പോകുമ്പോൾ ഫുൾ ലെതർ സ്റ്റിയറിംഗ് വീലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 3 സ്പോക്കിൻ്റെ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇതിട്ടുള്ളത്. ഇവിടെ വോളിയം കൺട്രോളിൻ്റെ സ്വിച്ചസും ആൻഡ് ക്രൂയിസ് കൺട്രോളും നമുക്ക് സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ഡിജിറ്റൽ മീറ്റർ കൺസോൾ ആണ് ഒരു ഭാഗത്ത് വരുന്നത്. പുതിയ വണ്ടി ആയതുകൊണ്ട് ഇത് ഒന്നും പൊളിച്ച് കളഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കതൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഫുള്ള് ഡിജിറ്റൽ ആയിട്ടുള്ളൊരു ഇതാണ് വരുന്നത്.
AX7L നമുക്ക് വരുമ്പോഴും ഇവിടെയും നല്ല അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് കംഫർട്ടും കാര്യങ്ങളും തന്നെയാണ് വരുന്നത്. തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിസിബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ഒരു വ്യൂവും കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഭാഗത്തിരുന്നാലും കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഒരു ആംബ്രസ്റ്റും കാര്യങ്ങളും നമുക്ക് കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. പക്ഷേ നമുക്കിത് ഫുൾ കവേർഡ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. 3 ഹെഡ് റെസ്റ്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാക്ക് സീറ്റിലെ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഡോർ പാനലിലേക്ക് വരുമ്പോഴും അവിടെയും നല്ലൊരു പിയാനോ ഫിനിഷിങ്ങിലുള്ള ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് പോവാം. സെയിം ബൂട്ട് സ്പേസും കാര്യങ്ങളും തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. 365 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് ഇതിലും വരുന്നത്. 60-40 ആയിട്ട് നമുക്ക് ഇതും സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് 1.5 ടർബോ എഞ്ചിൻ CRD എഞ്ചിനാണ് നമുക്ക് ഇതിൽ വരുന്നത്. 1498 cc ആണ് ഇതിൽ വരുന്നത്. മാക്സിമം പവർ വരുന്നത് 115 bhp ആണ് ഇതിൽ വരുന്നത്. 3750 RPM ആണ് നമുക്ക് ഇതിന്റെ വരുന്നത്. മാക്സിമം ടോർക്ക് വരുന്നത് 300 Nm ടോർക്കുമാണ് ഇതിന്റെ പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. നമുക്ക് പെട്രോൾ എഞ്ചിൻ വരുമ്പോൾ TC MPFI എഞ്ചിനാണ് വരുന്നത്. 1.2 ലിറ്ററിന്റെ ഒരു പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അത് 1997 cc ആണ് നമുക്ക് അതിന്റെ പവർ വരുന്നത്. 9 bhp നമുക്ക് 5000 RPM ആണ് അതിൽ വരുന്നത്. 200 Nm ടോർക്കുമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ പവറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഡീസൽ വേരിയന്റ് വേണോ പെട്രോൾ വേരിയന്റ് വേണോ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതാണ്. ഡീസൽ വേരിയന്റിന്റെ ഒരു ബേസും നമ്മുടെ ടോപ്പ് എൻഡും ആണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞാൽ അതിൻ്റെ ഒരു മൈലേജും കാര്യങ്ങളും നമുക്ക് ഡീസൽ CRD എഞ്ചിൻ നമുക്ക് അറിയാം. 1.5 ലിറ്ററിൻ്റെ ടർബോ എഞ്ചിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിച്ചത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്ക്. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം ഏതാണെന്ന് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അവൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പറയാം. മഹേന്ദ്രയുടെ വാഹനം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ഇന്ത്യക്കാർക്ക് ഭയങ്കര ഒരു അഭിമാനം തന്നെയാണ്. അവരുടെ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഗ്ലോബൽ NCAPൽ 5 സ്റ്റാറിൻ്റെ ഒരു കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാഹനം തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 6 എയർ ബാഗ്സും കാര്യങ്ങളാണ് നമുക്ക് ഈ 2 വാഹനത്തിലും കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സേഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞാൽ 3XO MX3 നമുക്ക് അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങൾ നമുക്ക് ഇതിലും കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗ്സും നമുക്ക് ഈ ഒരു വാഹനത്തിലും നമുക്ക് 6 എയർ ബാഗ്സും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിലും കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഒരു മാനുഫാക്ചറിങ് ഇതിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര അഭിമാനം, ഭയങ്കര പ്രൗഡാണ് നമുക്ക് ഈ ഒരു മഹീന്ദ്ര വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ രക്ഷയില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമുക്കൊരു ഡീസൽ വേരിയൻ്റ് ആണ്. 2 ഡീസൽ വേരിയൻ്റ് ആണ് ഞാൻ കൊണ്ടുവന്നത്. MX3യും ഇത് AX7L എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്. MX3യിൽ വരുന്ന നമുക്കൊരു ബേസ് വേരിയൻറ്റിൽ വരുന്നത് ഒരു 10,89,000 രൂപയാണ് നമ്മുടെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ. നമുക്ക് AX7Lൽ വരുന്നത് 14,99,000 രൂപയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. 3XO എടുക്കാൻ ആഗ്രഹമുള്ളവർ ജസ്റ്റ് പോയിട്ട് നിങ്ങൾ വയലാട്ട് മഹീന്ദ്രയിൽ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും കൊടുക്കുക. വയലാട്ട് മഹീന്ദ്രയുടെ യാർഡിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഓർക്കണ്ട എപ്പോഴും ഇവിടെ തന്നെയാണെന്നുള്ള കാര്യം. ഒരുപാട് വണ്ടികളുടെ ബേസ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട്, ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഇത് ഇഷ്ടം പോലെ നമ്മുടെ മഹീന്ദ്ര താറ് തുടങ്ങി XUV 700 എല്ലാ വാഹനങ്ങളും പിക്കപ്പ് വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ എനിക്കിന്ന് 3XO ബേസും ടോപ്പ് എൻഡ് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നി. ഒരു രക്ഷയില്ലാത്ത വെയിലും കാര്യങ്ങളായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് വെയിലൊക്കെ ഒന്ന് മാറിയത്. അത്യാവശ്യം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 3XO ബേസ് നോക്കുക, നിങ്ങൾ ടോപ്പ് എൻഡ് നോക്കുക, നിങ്ങൾക്ക് ഏതാണ് ആപ്റ്റ് ആവണമെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ജസ്റ്റ് ഞങ്ങൾ പറയണ പോലെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഇത് ഞാൻ ഇറങ്ങിയ സമയത്ത് ഞാനിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അന്ന് ഓടിച്ച് നോക്കിയത്. ഇപ്പോൾ ഇത് ഡീസൽ, ഇത് രണ്ടും മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മാനുവൽ ഇഷ്ടമുള്ളവർക്ക് മാനുവൽ ചൂസ് ചെയ്യുക, ഓട്ടോമാറ്റിക് ഇഷ്ടമുള്ളവർക്ക് ഓട്ടോമാറ്റിക് ചൂസ് ചെയ്യുക. അതുമാത്രമല്ല 3XO ജൂണിൽ ഇറങ്ങിയ ഒരു വാഹനമാണ്. അതുപോലെ തന്നെ 12,000 യൂണിറ്റുകളാണ് ഇപ്പോൾ തന്നെ വിറ്റ് കഴിഞ്ഞിട്ടുള്ളതും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 3XOയുടെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും 3XOയുടെ ഓടിക്കാനുള്ളൊരു കംഫർട്ട് ആണെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ജസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് സ്വന്തമാക്കാൻ പറ്റിയൊരു വാഹനമാണ്, ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വാഹനമാണ്. നല്ല കംഫർട്ട് ലക്ഷറി സെറ്റപ്പിലുള്ളൊരു കാര്യങ്ങളും ഈ ഒരു 2 വാഹനത്തിലും നമ്മൾ 3XO MX3 എന്ന് പറഞ്ഞ ബേസായിട്ട് നമ്മൾ ഇതിനെ കുറച്ച് കാണണ്ട. എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തേക്കുന്ന ഇൻറ്റീരിയർ കാര്യങ്ങൾ ഇതിലും കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സൺറൂഫ് വരെ നമുക്ക് ഈ ഒരു ബേസ് മോഡലിൽ വരുന്നുണ്ട്. മെയിനായിട്ട് വരാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു അലോയ്സ് വരില്ല, അത് മാത്രമായിട്ടുള്ളൊരു ഡിഫറൻ്റ് ഉള്ളൂ. ബാക്കിയെല്ലാം ഒരു കിട്ടില്ല ലുക്കും കാര്യങ്ങളാണ്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്സറീസ് എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ചെയ്യാവുന്നതുമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കണം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഞാൻ പുതിയ വണ്ടികളായിട്ട് നമുക്ക് പുറത്തിറക്കി ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണിക്കണമെന്ന് എനിക്ക് ജസ്റ്റ് തോന്നി. അപ്പോൾ പിന്നെയും വെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ തന്നെ നിർത്തണയാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡായിട്ട് പിന്നെ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കാണാം. ഓക്കെ, ബൈ.